നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വോക്കൽ കോർഡ് പാൽസി. നമ്മുടെ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് വോക്കൽ കോർഡ്. അപ്പോൾ നമുക്ക് 2 വോക്കൽ കോർഡ്സ് ആണുള്ളത്. അപ്പോൾ വോക്കൽ കോർഡ്സ് അനങ്ങുമ്പോൾ അല്ലെങ്കിൽ ചലിക്കുമ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. നമ്മുടെ വോയിസ് പ്രൊഡക്ഷനിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു റോള് നിർവഹിക്കുന്ന ഒരു സ്ട്രക്ചറാണ് വോക്കൽ കോർഡ്സ്. അപ്പോൾ നമ്മുടെ ഈ വോക്കൽ കോർഡ്സ് യൂഷ്വലി നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് അനങ്ങുകയും അതുപോലെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇത് അകന്നിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് നമുക്ക് വളരെ ആവശ്യമാണ് നോർമൽ ബ്രീത്തിങ്ങിനും നോർമൽ ഈ പറഞ്ഞ പോലുള്ളൊരു ഫൊണേഷൻ അല്ലെങ്കിൽ സംസാരത്തിൽ. എന്തെങ്കിലും കാരണവശാൽ ഈ വോക്കൽ കോർഡ്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അനക്കം ചലനം കുറയുകയാണെങ്കിൽ നമ്മളതിനെ പാരസിസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് അനങ്ങാതിരിക്കുകയാണെങ്കിൽ പാൽസി എന്ന് പറയുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. വളരെ കോമൺ ആയിട്ട് പാരസിസ് ഒരു വോക്കൽ കോർഡിൻ്റെ ഒരു വീക്ക്നെസ് വരാവുന്നൊരു കണ്ടീഷൻ പോസ്റ്റ് ഒരു വൈറൽ ഇൻഫെക്ഷന് ശേഷം വരാം. അപ്പോൾ പലപ്പോഴും ഇത് റിക്കവർ ചെയ്യുന്നതാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് റിക്കവർ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് റിക്കവർ ആകാത്ത സാഹചര്യങ്ങളുണ്ട്. ഒരു സൈഡിലെ വോക്കൽ കോർഡ് ഒരു പാരാലിസിസ് വരുന്നു, അത് റിക്കവർ ആകുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു റിക്കവർ ആകാത്ത വോക്കൽ കോർഡ് പാൽസി നമ്മൾ തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിന് വേറൊരു കോമൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തൈറോയിഡ് സർജറിക്ക് ശേഷമാണ്. വളരെ കോമൺ ആയിട്ട് പെർഫോം ചെയ്യുന്നൊരു സർജറിയാണ് തൈറോയിഡെക്ടമി. അപ്പോൾ തൈറോയിഡെക്ടമി സർജറി ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ ഈ വോക്കൽ കോർഡ്സിലോട്ട് അല്ലെങ്കിൽ വോക്കൽ കോർഡിൻ്റെ മസിലിനെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പ് അത് നമ്മൾ 2 സൈഡിലും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നിന്ന് വേണം നമ്മൾ ഈ ഗ്ലാൻഡ് ഡിസെക്റ്റ് ചെയ്ത് മാറ്റാൻ. ഞാൻ തൈറോയിഡെക്ടമി സർജറി അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. തൈറോയിഡെക്ടമി സർജറി കഴിഞ്ഞ് വോക്കൽ കോർഡ് പാൽസി വരാം. അത് ഒരു സൈഡിലാകാം, ചിലപ്പോൾ 2 സൈഡിലാകാം. അപ്പം ഈ പേഷ്യൻസിന് കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നം വോയിസ് ചേഞ്ചാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് സർജറി കഴിഞ്ഞ് ഇപ്പം ശരിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വോയിസ് വരുന്നില്ലെന്ന് പറയും. ഇത് നമ്മൾ ഒരു എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ഒരു ലാരിങ്കോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാം. അതിന് യൂഷ്വലി നമ്മൾ ഒരു ടൈം പീരീഡ് കൊടുത്ത് ആ ടൈം പീരീഡിൽ അത് റിക്കവറി ആയില്ലെന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദി കേസസ് അത് സ്പോണ്ടേനിയസ്ലി അത് റിക്കവർ ആകും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെ വോക്കൽ കോർഡ് അതിനും കൂടെ ചേർന്നുള്ളൊരു കോമ്പൻസേഷൻ നടത്തും. എന്നാൽ വളരെ ചെറിയ പെർസെൻറ്റേജ് പേഷ്യൻസിൽ ഒരു 6 മാസത്തിന് ശേഷം നമ്മൾ കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാത്തൊരു സാഹചര്യം വരും, അല്ലെങ്കിൽ ഈ വോക്കൽ കോർഡ് പാൽസി അതേപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വരും. ഞാൻ പറയുന്ന ഈ ഒറ്റ സൈഡിലുള്ള വോക്കൽ കോർഡ്സിൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ചാണ്. അങ്ങനെ റിക്കവറി കാണാത്ത കേസുകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് വോയിസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ യൂണിലാറ്ററൽ, അതായത് ഒരു സൈഡിലുള്ള വോക്കൽ കോർഡ് പാൽസി തൈറോയിഡെക്ടമി സർജറി കഴിഞ്ഞ് റിക്കവർ ആകുന്നില്ലെങ്കിൽ നമുക്ക് അതിന് ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അതായത് ഇഞ്ചക്ഷൻ ലാരിങ്കോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ പ്രൊസീജിയർ, അതായത് ചില മെറ്റീരിയൽസ് നമ്മൾ വോക്കൽ കോർഡ്സിൻ്റെ സൈഡിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് ഈ വോക്കൽ കോർഡിനെ നമ്മൾ നടുക്കോട്ട് നീക്കുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് മീഡിലൈസേഷൻ പ്രൊസീജിയർ, അതായത് ഈ വോക്കൽ കോർഡ്സിനെ നമുക്ക് പാരലൈസ്ഡ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അനങ്ങാതിരിക്കുന്ന വോക്കൽ കോർഡിനെ നമുക്ക് പുറമേന്ന് ഉള്ളിലോട്ട് തള്ളി നടുക്കോട്ട് കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ 2 വോക്കൽ കോർഡ്സും അപ്പം അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ അടുത്ത് വരത്തക്ക രീതിയിൽ അതിൻ്റെ പൊസിഷൻ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനത്തെ സർജിക്കൽ ഓപ്ഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. താങ്ക് യു.